കേരളത്തിലുടനീളം 160-ലധികം കേസുകളിൽ പ്രതികളായ മോഷ്ടാക്കൾ പിടിയിൽ. പൂവരണി സ്വദേശി ജോയ്, അടൂർ സ്വദേശി തുളസീധരൻ എന്നിവരാണ് പിടിയിലായത്. വിവിധ കേസുകളിൽ വെഞ്ഞാറമൂട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇരുവരും പിടിയിലായത്. 128 പവൻ മോഷണം ചെയ്ത ചെങ്ങന്നൂര് കാരക്കാട് മോഷണം ചെയ്ത കേസിൽ പ്രതിയാണ്. 150-ൽ പരം കേസുകളാണ് അയാൾക്ക് നിലവിൽ ഉള്ളത്. ഈ കേസുകളിൽ കുറെ അധികം കേസുകളിൽ ജയിലിൽ കഴിഞ്ഞ് ശിക്ഷ കഴിഞ്ഞതിന് ശേഷം ഇറങ്ങിയതിനു ശേഷം ആണ് ഇപ്പോൾ ഈ അവസാന കേസുകൾ നമ്മുടെ വെഞ്ഞാറമൂട് കേന്ദ്രീകരിച്ചും കിളിമാനൂർ കേന്ദ്രീകരിച്ചും ചെയ്തിട്ടുണ്ട്. ഈ മോഷണ കേസുകൾ ഉണ്ടായതിനെ തുടർന്ന് വെഞ്ഞാറമൂട് CI ആസാദിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ടീമിൽ സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങൾ നൽകും. സനിസ, എങ്ങനെയാണ് കുപ്രസിദ്ധ മോഷ്ടാക്കളെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞത്? ദിവ്യ, ഇവർ അമ്പലങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്നവരാണ്. ഇത്തരത്തിൽ 160ഓളം കേസുകൾ ഇവരുടെ പേരിലായിട്ടുണ്ട്. പൂവരണി ജോയ്, അതുപോലെ തന്നെ കൂട്ടാളിയായിട്ടുള്ള അടൂർ തുളസീധരൻ എന്നിവരാണ് ഇപ്പോൾ വെഞ്ഞാറമൂട് പോലീസിന്റെ പിടിയിലായത്. ഒറ്റ ദിവസം 4 ക്ഷേത്രങ്ങളിലായിട്ട് നടത്തിയ അന്വേഷണത്തിലാണ് ഇവരിപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇത്തരത്തിൽ കഴിഞ്ഞ 18-ാം തീയതി രാത്രി കളമക്കൽ പാറ്റുവിളാകം ദേവീക്ഷേത്രത്തിൽ ഇവർ സ്വർണ്ണ കൊട്ടുകളും വളകളും താലിയും ഒക്കെ കവർന്നിരുന്നു. ഇവിടുത്തെ CCTV ക്യാമറയുടെ DVR ആണെന്ന് തെറ്റിദ്ധരിച്ച് ഇവർ ക്ഷേത്രത്തിലെ ഇൻവേർട്ടറും കവർന്നാണ് രക്ഷപ്പെട്ടത്. കൂടാതെ തന്നെ അതേ ദിവസം തന്നെ ഇരുവരും വെട്ടിമാനൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ശ്രീകോവിലിന്റെ ഓഫീസ് മുറിയൊക്കെ തച്ചു തകർത്ത് അവിടെ നിന്ന് 3500 രൂപ കവർന്നിട്ടുണ്ട്. തുടർന്ന് വെഞ്ഞാറമൂട് പാറയിൽ ആയിരവല്ലി ക്ഷേത്രത്തിലെത്തി കാണിക്കവല്ലി തകർത്ത് കാരേറ്റ് ശിവക്ഷേത്രത്തിൽ നിന്നും 12,000 രൂപയും കവർന്നു. ഇത്തരത്തിൽ ഒരു ദിവസം നടത്തിയ 4 മോഷണത്തിലാണ് ഇവരിപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഇവർ കഴിഞ്ഞ മാസമാണ് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയത്. ജയിലിൽ വെച്ച് പരിചയപ്പെട്ട ഇവർ കിളിമാനൂർ വെഞ്ഞാറമൂട് പ്രദേശങ്ങളിൽ മോഷണം നടത്താൻ പ്ലാൻ ചെയ്യുകയായിരുന്നു. ഇതിനായിട്ട് ഇവർ കിളിമാനൂരിൽ ഒരു വാടക വീടെടുത്ത് താമസിച്ച് വരുന്നതായി അന്വേഷണത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ പുതിയ മോഷണവുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ വെഞ്ഞാറമൂട് KSRTC സ്റ്റാൻഡിൽ വെച്ചാണ് ഇവരെ പിടികൂടിയത്. വിവിധ കേസുകളിൽ പ്രതികളായ മോഷ്ടാക്കളെയാണ് വെഞ്ഞാറമൂട് പോലീസ് പിടികൂടിയത്. സനിത ശോഭാചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.